പാർട്ടി വിടുമെന്ന സൂചനകൾക്കിടെ ജി സുധാകരനെ വിളിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചിട്ടില്ലെന്നും എല്ലാം തെറ്റിദ്ധാരണയാണെന്നും MV ഗോവിന്ദൻ പറയുകയാണ്. വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണെന്നും മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും മെമ്പർഷിപ്പ് പുതുക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പാർട്ടി സെക്രട്ടറി നേരിട്ട് വിളിച്ചതിന് ശേഷം ആ ചിരി അത് അങ്ങനെയല്ല, പരിഹസിച്ചതല്ല, എൻ്റെ ചിരി അതല്ലായിരുന്നു, അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചിരി വന്ന് ചിരിച്ചതാണ്, അതുകൊണ്ട് പ്ലീസ് മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് പറയുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെയും ആ ഒരു വിളിക്ക് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ജി സുധാകരൻ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണോ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? ആഷ്മി കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. നിലവിൽ ജി സുധാകരന്റെ ശത്രുപക്ഷത്തേക്ക് MV ഗോവിന്ദൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഫോൺ കോളിനോട് പ്രതികരിക്കാത്തതും അനുനയത്തിന് വഴങ്ങാത്തതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ R നാസർ അടക്കമുള്ള ആളുകൾ ജി സുധാകരന്റെ ശത്രുപക്ഷത്തുള്ളവരാണ്. ആ പട്ടികയിലേക്ക് MV ഗോവിന്ദൻ കൂടി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ആ ഒരു പരാമർശം കൊണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചത്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ ചിരിച്ചത് തങ്ങളെ കളിയാക്കിയല്ല, ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരി ഉണ്ടായത്, പരിഹസിച്ച് സംസാരിച്ചിട്ടില്ല, മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുകയാണ്, പ്രചരിപ്പിക്കുന്നത് അസത്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് MV ഗോവിന്ദൻ ഇന്നലെ ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഭാഗമായി വിളിച്ച ഫോൺ കോളിൽ സംസാരിച്ചത്. പക്ഷേ അതിനോടും യാതൊരു തരത്തിലുള്ള അനുനയ ശ്രമത്തിനോടും അനുകൂലിച്ച് പ്രതികരിക്കാതെയാണ് ജി സുധാകരൻ ഇന്നലെ ആ ഫോൺ കട്ടാക്കിയതും. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു, അതിന് തയ്യാറായിട്ടില്ല. ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. മെമ്പർഷിപ്പ് പുതുക്കാനില്ല, ലെവി അടക്കില്ല, പാർട്ടിയുമായി സഹകരിച്ച് പോകുമെങ്കിൽ പോലും ആ മെമ്പർഷിപ്പ് പുതുക്കിയുള്ള ഒരു അനുനയത്തിനും തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ജി സുധാകരന്റെ മനസ്സിൽ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. മാധ്യമപ്രവർത്തകർ വിളിക്കുന്നുണ്ടെങ്കിലും അല്ലാതെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് തയ്യാറാകുന്നില്ല. എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് ഒരു പുനരാലോചനയിലാണ്. ആ വാർത്താ സമ്മേളനം വേണോ എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇന്നലെ വലിയ തോതിൽ മാധ്യമപ്രവർത്തകർ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്ന് ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കാം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യ അറിയിച്ചിരുന്നു. നിലവിൽ എന്തായാലും പാർട്ടി സെക്രട്ടറി അടക്കം വിളിച്ച് അനുനയത്തിന്റെ പാത തുറന്നിട്ട സാഹചര്യത്തിൽ ജി സുധാകരൻ തുടർന്ന് എന്ത് ആലോചിക്കും, എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഒന്നും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല, MA ബേബിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇടപെടട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ണു നട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ജി സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. KC വേണുഗോപാൽ MP ഇന്ന് ജില്ലയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കണ്ട് സംസാരിക്കുമെന്നടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ആ ചിരി മാത്രമല്ല പ്രശ്നം. ദീർഘനാളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പരോക്ഷമായും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേയധികം വിയോജിപ്പുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും വർഷം നീണ്ട കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇൻ്റഗ്രിറ്റിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഏതെങ്കിലും തരത്തിൽ കറപുരളാത്ത ഇപ്പം ശരിയാണ്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലൊക്കെ മുഖം നോക്കാതെയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലോ, ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ചർച്ചക്കിടയിൽ പറഞ്ഞ ഒരു പ്രതികരണത്തിന് ജി സുധാകരൻ എന്നെയൊക്കെ പറഞ്ഞതിന് കയ്യും കണക്കില്ല, അമ്മാതിരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇൻ്റഗ്രിറ്റിയുള്ള അഴിമതിക്കാർ പറഞ്ഞു പോലും കേൾക്കാത്തൊരു നേതാവാണ്. അപ്പോൾ ആ നേതാവിൻ്റെ ദീർഘനാളത്തെ വിയോജിപ്പുകൾ ചെവി കൊടുക്കാൻ CPM ബാധ്യസ്ഥമാണ്. അശ്വിൻ, തീർച്ചയായും അദ്ദേഹത്തിന്റെ പരാതി കേൾക്കേണ്ടതാണ്. പക്ഷേ ആ പരാതി കേൾക്കുന്നില്ല എന്നുള്ളതാണ് ജി സുധാകരൻ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി പാർട്ടി ജില്ലാ നേതൃത്വം തന്നെ അവഗണിക്കുന്നുവെന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എത്തിയപ്പോൾ താൻ ഓക്കെയാണോ എന്ന് പോലും ചോദിക്കാൻ ജില്ലാ സെക്രട്ടറി R നാസർ തയ്യാറായില്ല എന്നുള്ള പരിഭവമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത്. ഒപ്പം ഈ ജില്ലാ നേതൃത്വത്തിലെ അടക്കം ചില ആളുകൾ, ലോക്കൽ കമ്മിറ്റിയിലടക്കം പ്രവർത്തിക്കുന്ന ചില ആളുകൾ തനിക്കെതിരെ, തന്റെ അച്ഛനെതിരെ, തന്റെ രക്തസാക്ഷിയായ സഹോദരൻ ഭുവനേശ്വറിനെതിരെ അടക്കം സോഷ്യൽ മീഡിയകളിൽ അസഭ്യം പറയുന്നു, ഇകഴ്ത്തി കാണിക്കുന്നു, മോശമായി പോസ്റ്റുകൾ ഇടുന്നു എന്നടക്കമുള്ള പരാതികൾക്കൊക്കെ വർഷങ്ങളുടെയും പഴക്കമുണ്ട്. അത് പാർട്ടിയിൽ പരാതിയായി എത്തിയതാണ്. അതിലൊന്നും ആർക്കെതിരെയും നടപടിയെടുത്തില്ല. അവരെ ചേർത്ത് പിടിക്കാനാണ് പാർട്ടി ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പരാതി. വീടിനടുത്ത് നടന്ന പരിപാടിയിൽ പോലും ക്ഷണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പരിഭവങ്ങളും പരാതികളും ഒക്കെ ജി സുധാകരൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതാണ്. അതൊക്കെയാണ് പ്രധാനമായി എടുത്തു കാട്ടുന്നത്. അതിനോടൊപ്പമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി തന്നെ പരിഹസിക്കുന്നത് എന്നുള്ളതാണ് പോസ്റ്റിന്റെ ഒരു രത്നച്ചുരുക്കം. എന്തായാലും അത് MV ഗോവിന്ദന്റെ ചിരിയിൽ മാത്രം പൊട്ടിപ്പുറപ്പെട്ട ഒരു പൊട്ടിത്തെറിയായി നമുക്ക് കാണാനുമാവില്ല. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതും നിലവിൽ പാർട്ടിക്ക് മുന്നിൽ ചോദ്യചിഹ്നമാണ്. സംസ്ഥാന സെക്രട്ടറി വിളിച്ചിട്ട് പോലും അനുനയത്തിന് വഴങ്ങാത്ത ജി സുധാകരന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ ആകാംക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. എന്തായാലും 63 വർഷത്തെ പ്രവർത്തന ചരിത്രമാണ് ജി സുധാകരന് CPM-ൽ ഉള്ളത്. ഒപ്പം 43 വർഷം സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു. ഈ ഭൂതകാലങ്ങളിലൊന്നും അഴിമതിയുടെ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈ പാർട്ടി പ്രവർത്തകർക്കപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നത്. എന്തായാലും അദ്ദേഹം പാർട്ടി
പാർട്ടി വിടുന്നുവെന്ന വാർത്ത പാർട്ടിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം വ്യക്തിപരമായി അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിൽ ആകമാനമുള്ള സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള അതിനപ്പുറം ആലപ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം ചെറുതല്ല. അത് ആലപ്പുഴയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പല പാലങ്ങളും ജി സുധാകരന്റെ കാലത്ത് ഉണ്ടായതാണ്. അങ്ങനെ ആലപ്പുഴയ്ക്ക് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് കിട്ടിയതൊന്നും ജനങ്ങൾ മറക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് പാർട്ടിക്ക് നഷ്ടമാകും എന്നുള്ള വിലയിരുത്തൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നല്ലതാവില്ല എന്ന് CPM നന്നായിട്ട് അറിയാം. പക്ഷേ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റായിട്ട് ആ ചോദ്യത്തെ എം വി ഗോവിന്ദൻ എടുത്തു വന്നാൽ തർക്കമില്ല. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ആർ ശ്രീത്തായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. ജി സുധാകരൻ വളരെ പെട്ടെന്ന് ഒരു വരും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സ്വാഭാവികമായിട്ടും വളരെ ഗൗരവത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴേക്കും അത്ര ലഘൂകരിച്ച മറുപടി കേട്ടപ്പോൾ ആർ ശ്രീത്തിനും അതിന് മുമ്പിരുന്ന മാധ്യമത്തിനും ചിരി വന്നു എന്നുള്ള സത്യമാണ്. അവർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചിരി കണ്ടിട്ട് എം വി ഗോവിന്ദൻ ചിരിക്കുന്നുണ്ട്. ആ ചിരി കളിയാക്കിയതല്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ ആ ചിരിയിൽ ഒരുപക്ഷെ ഇമോഷണലി വേദനിക്കാനുള്ള അവകാശം പൂർണ്ണമായും ജി സുധാകരനുണ്ട്. മാത്രമല്ല, കാലങ്ങളായി നെഞ്ചിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പരാതിയുടെയും പരിഭവങ്ങളുടെയും ഓരോ ലെയർ ഉണ്ട്. ആ ലെയറിന് മുകളിലേക്ക് ചിരി വരുമ്പോഴാണ് അഗ്നിപർവ്വതം പൊട്ടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.